പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ യാചനാ സമരം നടത്തിയ അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരും ഹൈക്കോടതിയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദം. പരാതിക്കാരിയെ താഴ്ത്തിക്കാട്ടരുതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ താക്കീതായി പറഞ്ഞു. ഹർജി ജനുവരി 4-ന് ഹൈക്കോടതി വീണ്ടും പരിഗണിക്കും. പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ യാചനാ സമരം നടത്തിയ അടിമാലി സ്വദേശിനി മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരും ഹൈക്കോടതിയും രൂക്ഷമായ വാഗ്വാദം. പരാതിക്കാരിയെ ഇകഴ്ത്തിക്കാട്ടരുതെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ താക്കീതായി പറഞ്ഞു. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാരിന്റെ വാദമായിരുന്നു കോടതിയെ ചൊടിപ്പിച്ചത്. പെൻഷൻ കൊടുക്കാൻ പണമില്ലെന്ന് പറഞ്ഞിട്ട് എന്തിന് പരാതിക്കാരിയെ ഇകഴ്ത്തുന്നുവെന്ന് ഹൈക്കോടതി ആരാഞ്ഞു. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്നും പലരും ഇവർക്ക് പണം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചതോടെയാണ് രൂക്ഷ വിമർശനമുണ്ടായത്. വിമർശനങ്ങൾക്കൊടുവിൽ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദം സർക്കാർ പിൻവലിച്ചു. ഇത്തരം വാദങ്ങൾ ഉയർത്തുന്നത് അതീവ ശ്രദ്ധയോടെ വേണമെന്നും കോടതി വ്യക്തമാക്കി. ഇടക്കാല ഉത്തരവ് ഇറക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി 4-ന് ഹർജി വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു. വിധവാ പെൻഷൻ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ല, പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകാമെന്ന് സർക്കാർ അഭിഭാഷകൻ പറഞ്ഞതോടെ ഈ നിലപാട് ദുഃഖകരമാണെന്നും ഞെട്ടിക്കുന്നുവെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ക്രിസ്തുമസ് കാലത്ത് ആളുകളുടെ സന്തോഷം തല്ലിക്കെടുത്തരുത്. ആഘോഷങ്ങൾ നടത്താൻ സർക്കാരിന്റെ പക്കൽ പണമില്ല എന്നും കോടതി ചോദിച്ചു. സർക്കാരിന് അത്ര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നതിന് വേണമെങ്കിൽ അമിക്കസ് ക്യൂറിയെ വെക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു. ന്യൂസ് ബ്യൂറോ, അടിമാലി.